ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. മുടി നരയ്ക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ട് ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പാരമ്പര്യപരമായിട്ടോ അല്ലാതെ തന്നെയോ നാച്ചുറൽ റിഗ്രഷനൊക്കെ വരുന്ന ഒരു കൂട്ടത്തിൽ തന്നെ 50 വയസ്സിനൊക്കെ ശേഷം സ്വാഭാവികമായിട്ടും മുടി നരയ്ക്കുന്നു. എന്നാൽ വളരെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ 5ഓ 8ഓ വയസ്സിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു ടെൻഡൻസി ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അകാലനര അല്ലെങ്കിൽ പ്രിമച്വർ ഗ്രേയിങ്. ഇത് ശരിക്കും നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെയും സമൂഹത്തിൽ ഇടപെടുന്നതിനും ഒക്കെ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു വിഭാഗം ആൾക്കാരും ഈ ഒരു പ്രശ്നവുമായിട്ട് ഇപ്പോൾ ക്ലിനിക്കിൽ നമ്മളെ സമീപിക്കാറുമുണ്ട്. ശരിക്ക് നിങ്ങൾ ശരിയായ രീതിയിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഓൾറെഡി മുടി നരച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഫർദറായിട്ട് മുടി നരയ്ക്കുന്നത് ഒഴിവാക്കാനും ഒരു പരിധിവരെ നരച്ച മുടിയെ റിവേഴ്സ് ചെയ്യാനും കൂടി ഈ ഒരു ഡയറ്റ് പാറ്റേൺ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് സത്യം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒന്ന് ചെയ്തു നോക്കൂ. മുടി നരച്ച ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഫെമിലിയൽ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ. മുടിക്ക് നമുക്ക് ഇന്ത്യൻസിന് ഒരു ജെറ്റ് ബ്ലാക്ക് കളർ തന്നെയാണ് മുടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വൈറ്റിഷ് ആയിട്ടുള്ള ടിഞ്ച് വരുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ പരിഭ്രമിക്കുന്നു. ഈ കളർ കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന മെലാനിൻ എന്ന അതേ സെയിം പിഗ്മെൻറ്റ് തന്നെയാണ്. ഒരു മുടി അതിൻ്റെ റൂട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് മെലനോസൈറ്റ്സ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് മെലാനിൻ പിഗ്മെൻറ്റ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു കറുത്ത കളർ വരുന്നത്. നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഏഷ്യക്കാർക്ക് കൂടുതലായിട്ടുള്ളതും യു മെലാനിൻ എന്ന ഒരു ടൈപ്പ് ഓഫ് പിഗ്മെൻ്റാണ്. എന്നാൽ യൂറോപ്യൻ, നമ്മൾ പൊതുവെ ഫോറിനേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പിന് ഫിയോ മെലാനിൻ എന്ന ഒരു പിഗ്മെൻ്റാണ്. അതുകൊണ്ടാണ് അവരുടെ മുടി കുറച്ചുകൂടി ബ്രൗണിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് ടിഞ്ചിലേക്ക് പോകുന്നത്. മുടി ആവറേജ് പെർ ഡേ ഒരു 0.3 മില്ലിമീറ്റർ വളരുന്നു. ഒരു മാസം കൊണ്ട് അത് ഏകദേശം 1 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഗ്രോത്ത് എന്നുള്ളത്. ഇത്രയുമാണ് ആ ഒരു മുടിയുടെ കളറും അതിൻ്റെ ഒരു ഗ്രോത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുടി നരയ്ക്കുന്നതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. അതിൽ ബി ഗ്രൂപ്പിൽപ്പെട്ട B12, B6, B7 നമ്മൾ ബയോട്ടിൻ എന്നോ അല്ലെങ്കിൽ ഹെയർ വൈറ്റമിൻ എന്നോ ആണ് പറയുന്നത്. ഈ 3 ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസും പിന്നെ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും, ഈ 5 വൈറ്റമിൻസിൻ്റെ കുറവ് കാര്യമായി സംഭവിക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാനുള്ള ടെൻഡൻസി നല്ലതുപോലെ കൂടുന്നു. ഇതിൽ തന്നെ B12 നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയെ നല്ലതുപോലെ എൻഹാൻസ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അതുകൊണ്ട് അതിൻ്റെ കുറവ് അസോസിയേറ്റഡ് വിത്ത് ഫോളിക് ആസിഡ് കൂടി കൂടുകയാണെങ്കിൽ മുടി നരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്ക് പ്രായോഗികമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നമ്മുടെ മുടി അത്ര ഒരു പ്രാധാന്യമുള്ള ഒരു ഫാക്ടറല്ല. പക്ഷെ നമുക്ക് ആസ് എ വ്യക്തി, ആസ് എ പേഴ്സൺ, നമുക്ക് മുടിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ആത്മവിശ്വാസം, ഇതൊക്കെ മുടിയിൽ നമുക്ക് നല്ലതുപോലെ വർദ്ധിപ്പിച്ച് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു ടൈഫോയിഡോ ചിക്കൻ പോക്സോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് മുടി കൊഴിച്ചിലാണ്. കാരണം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മെറ്റബോളിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ സെൽ ഗ്രോത്ത് നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സ്കാൽപ്പ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ശരീരം എന്തു ചെയ്യുന്നു? ആ ഒരു മാക്സിമം മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന ഈ ഒരു സ്കാൽപ്പിലെ കോശങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഈ ഒരു ഇൻഫെക്ഷനെ ചെറുക്കുന്നതിന് വേണ്ടി അതിൻ്റെ മാക്സിമം എനർജി യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു അക്യൂട്ടായിട്ടുള്ള ഇൻഫെക്ഷന് ശേഷമോ അല്ലെങ്കിൽ അക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3-4 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു മൈൻഡിൻ്റെ സ്ട്രെസ്സിനൊക്കെ ശേഷമൊക്കെ തന്നെ മുടി അമിതമായി കൊഴിയുന്നതിൽ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസും വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ഇ ശരിയായ രീതിയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി നരയ്ക്കുന്നതിനെ ഒരു ഫസ്റ്റ് പാർട്ടിൽ പ്രിവെൻറ്റ് ചെയ്യാം. അതിനുള്ള പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസിനുള്ള ഏറ്റവും നല്ല സോഴ്സ് നോൺ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. ബീഫ്, ചിക്കൻ, ഫിഷ്, അതുപോലെ ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ തന്നെ നല്ലതുപോലെ ബി ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻസ് നിങ്ങൾക്ക് നൽകുന്നു. എഗ്ഗും ഒരു നല്ല സോഴ്സാണ്. വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് വെയിൽ കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രൗട്ടഡ് ധാന്യങ്ങൾ, പ്രത്യേകിച്ച് ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുക. മഷ്റൂം നല്ലൊരു സോഴ്സാണ്. എഗ്ഗ് നല്ലൊരു സോഴ്സാണ്. ഇനി വൈറ്റമിൻ ഇക്ക് ഏറ്റവും ഈസിലി നമുക്ക് കിട്ടാവുന്നത് നിങ്ങൾ ബദാം കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിലക്കടല അല്ലെങ്കിൽ പീനട്ട് കഴിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറവ് നികത്തി കിട്ടും. അപ്പോൾ ആ ഒരു
വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, ഈ ഗ്രൂപ്പിൽപ്പെട്ട വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് അതൊരു പരിഹാരമായി. അടുത്തതായി സിങ്ക്, സെലീനിയം, കാൽസ്യം ഇവയുടെ ഡെഫിഷ്യൻസി കൊണ്ടും മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിങ്കിന് വേണ്ടി നിങ്ങൾക്ക് മറ്റേ പയറുവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ബീൻസോ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ, വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഷെൽഫിഷ്, ഓയിസ്റ്റേഴ്സ്, ഞണ്ട്, കക്ക അതൊക്കെ തന്നെ സിങ്കിന് നല്ലൊരു സോഴ്സാണ്. ഇനി സെലീനിയവും ഇതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡും ഇതുപോലെ പൾസസിലും നല്ലതുപോലെ സെലീനിയമുണ്ട്. അതും ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും ഉൾപ്പെടുത്തുക. മൂന്നാമതായി കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നല്ലതുപോലെ കഴിക്കുകയാണെങ്കിൽ കാൽസ്യം സപ്ലിമെൻറ്റും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കിട്ടും. അയൺ ഡെഫിഷ്യൻസി മറ്റൊരു കാരണമാണ്. അയൺ ഡെഫിഷ്യൻസിക്കും വീണ്ടും നിങ്ങൾ പാചകം ചെയ്യുന്നത് വരെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം അയൺ കിട്ടും. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൂടെ നിങ്ങൾക്ക് അയൺ കിട്ടും. പലതരം ഫ്രൂട്ട്സിൽ, പ്രത്യേകിച്ച് പോംഗ്രാനൈറ്റ് പോലെയുള്ള ഫ്രൂട്ട്സിലൂടെയൊക്കെ തന്നെ, അതുപോലെ ഈന്തപ്പഴം, ഇതിലൂടെയൊക്കെ അയൺ കിട്ടാനുള്ള നല്ല സോഴ്സാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി നരയ്ക്കുന്നതിൽ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന മുടി നരയ്ക്കലിനെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം. സെക്കൻഡ്, സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ചില ഗ്രൂപ്പ് ഓഫ് നെർവസ് ആക്ടിവിറ്റി കൂടുകയും നോർ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നീ ഹോർമോൺസിൻ്റെ അമിതമായ ഒരു റിലീസും ഉണ്ടാകുന്നു. ഇത് ഒരു പരിധിവരെ മുടി നരയ്ക്കുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഇത് കാണുന്ന മുടി നരച്ചവരുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് പലരിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് ശേഷം, കാരണം ഇത് പലരും ക്ലിനിക്കിൽ വന്ന് പറയുന്നതാണ്, ആ ഒരു അമിതമായ ടെൻഷന് ശേഷമാണ് മുടി നരയ്ക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് റിലീവിങ് ടെക്നിക്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമതായി അഡിക്ഷൻസ് ആണ്. അഡിക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡിക്ഷൻ സ്മോക്കിംഗ് ആണ്. സ്മോക്കിങ്ങിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായി സ്മോക്ക് ചെയ്യുന്നവരിൽ മുടി നരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. മുടി നരയ്ക്കൽ റിവേഴ്സ് ചെയ്യണമെന്നും ഫർദറായിട്ട് പ്രോഗ്രസ് ചെയ്യരുതെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് കുറയുമ്പോൾ മുടി നരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മുടി അമിതമായി കൊഴിയുകയോ മുടി പൊട്ടിപ്പോവുകയോ മുടി നരയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് ലെവൽസ് കൂടി ചെക്ക് ചെയ്യുക. അതിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനുകൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നെക്സ്റ്റ്, അമിതമായ ഹെയർ ഡൈയുടെ ഉപയോഗം. പലരും ഒരു സ്റ്റൈലിന് വേണ്ടിയൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ബ്രൗൺ ടിഞ്ചുള്ളതോ അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ കാണാൻ പച്ച കളറൊക്കെ അടിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഹെയർ ഡൈ ട്രൈ ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനാണല്ലോ മുടി നരയ്ക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു ഏജ് കഴിയുമ്പോൾ മുടി സ്വാഭാവികമായിട്ട് നരയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ഹെയർ ഡൈയുടെ അമിതമായ ഉപയോഗം തീർച്ചയായിട്ടും ഒഴിവാക്കണം. മുടി നരയ്ക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ അമിതമായ സൺ എക്സ്പോഷർ, കൂടുതലായി വെയിൽ കൊള്ളേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിലും മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എടുത്തതിന് ശേഷം സൺ എക്സ്പോസ്ഡ് ആവുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. 2, സ്ട്രെസ്. 3, ഹോർമോൺ റിലേറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. 4, സ്മോക്കിംഗ്, ഹെയർ ഡൈയുടെ അമിതമായ ഉപയോഗം, അതുപോലെ തന്നെ അമിതമായ സൺ എക്സ്പോഷർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഫെമിലിയൽ ടെൻഡൻസി കൂടി, ഏർലി ഗ്രേയിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതായത് ഒരു 20 വയസ്സിൽ സംഭവിക്കേണ്ടത് ഒരു 40 വയസ്സിലോ 50 വയസ്സിലേക്കൊക്കെ ആക്കി കിട്ടും. ഇത്രയും കാര്യങ്ങൾ മുടി നരയ്ക്കാതിരിക്കാനുള്ളതായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.